ഇഫ്താർ ടൈമിന് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വളരെ ഹെൽത്തിയാണ്, ഉണ്ടാക്കാനാണെങ്കിൽ എളുപ്പമാണ്. ഫ്രൂട്ട് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായും ഇഷ്ടമാവും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ 3 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. പാല് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കട്ടയില്ലാതെ കലക്കിയെടുക്കാം. പാല് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ എടുക്കാതെ പതുക്കെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കസ്റ്റാർഡ് ചേർത്തതിന് ശേഷം 1-2 മിനിറ്റ് തിളപ്പിച്ചാൽ മാത്രം മതി. എന്നിട്ട് തീ ഓഫ് ചെയ്ത് നന്നായി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. കസ്റ്റാർഡ് ഇപ്പം നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയിലിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഒരു ആപ്പിള്, ബനാന, പിന്നെ കുറച്ച് മുന്തിരി, അനാറ്, ഇതൊക്കെയാണ്. ഫ്രൂട്ട്സൊക്കെ ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അതും നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഞാനിവിടെ ചേർത്തത് ആൽമണ്ടും വാൾനട്ടും ആണ്. നമ്മളിത് മിക്സിയിൽ അടിച്ചതുകൊണ്ട് ഇത് കുറച്ച് ലൂസ് ആയതുപോലെ തോന്നാം. പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് 2-3 മണിക്കൂർ തണുപ്പിക്കണം. പിന്നെ തണുത്ത് കഴിയുമ്പോഴേക്ക് ഇത് കുറച്ചുകൂടി തിക്കാകും. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. ഈ ഇഫ്താറിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയാനും മറക്കരുത്. താങ്ക് യു.